സംസ്ഥാനത്തെ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ല പാലക്കാടും സ്ഥിതി വ്യത്യസ്തമല്ല. പാലക്കാടും കനത്ത മഴ പലയിടങ്ങളിലും തുടരുകയാണ്. മണ്ണാർക്കാട് ആര്യമ്പാവിൽ വീടിന്റെ മതിൽ തകർന്നു വീണു. ദുരന്തമൊഴിവായത് തലനാഴിലേക്കാണ്. ആര്യമ്പാവ് പാറയിൽ കുളമ്പ് ഭാഗത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മതിൽ തകർന്നു വീഴുമ്പോൾ പ്രദേശത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. ഈ പ്രദേശത്തെ ആളുകളുടെ സ്ഥിതി എങ്ങനെയുണ്ട്? അവരൊക്കെ സുരക്ഷിതരാണോ? ഡാം തുറന്നോ? മംഗലം ഡാം വൃഷ്ടിപ്രദേശത്തൊക്കെ മഴ കനക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ ജില്ലയിൽ എന്താണ്? പൊതുവെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ഇടവേളയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ശക്തമായി തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വെള്ളക്കെട്ട് എന്ന് പറയുന്ന രീതിയിൽ പരക്കെ അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, ഒറ്റപ്പാലത്തെ ചില മേഖലകളിലും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണപുരം പോലുള്ള ചില മേഖലകളിൽ, ആ റൂട്ടിൽ ചില മേഖലകളിൽ ഇത്തരത്തിൽ ചില പ്രാദേശികമായ ചില ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്ന് ചോദിച്ചാൽ അങ്ങനെ താഴ്ന്ന ഇടങ്ങളിൽ പൊതുവായി ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ വീടിടിയുന്ന സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആര്യമ്പാവിൽ ഒരു വീടിൻ്റെ മതിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു പടുകൂറ്റൻ മതിലാണ്. ആ മതിൽ അടിയിലേക്ക് താഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് അടിയിൽ ആരും ഇല്ലാത്തതിനാലാണ് ഒരു വലിയ അപകടം ഒഴിവായത്. പിന്നീട് പാലക്കാട് നഗരത്തിൽ ഒരു വീട് പൂർണ്ണമായും ഇടിഞ്ഞ് താഴുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അവിടെ 5 പേരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും അപകടം സംഭവിച്ചില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 അപകടങ്ങളാണ് പാലക്കാട് ജില്ലയിൽ പൊതുവായി ഉണ്ടായത്. പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്, ഇപ്പോൾ മഴ ശക്തമായിട്ടുള്ള മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വെള്ളം കയറുന്ന സാഹചര്യം താരതമ്യേന പാലക്കാട് ജില്ലയിൽ കുറവാണെന്നാണ് നമുക്ക് പൊതുവായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിളാണ് പാലക്കാട് എന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മറ്റു ജില്ലകളിലെ പോലെ തന്നെ മുന്നറിയിപ്പുള്ള ജില്ലയാണ്. അവിടെ 2 ഇടങ്ങളിലെ അപകടങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ജില്ലയിൽ എല്ലായിടത്തും ദുരന്ത നിവാരണ സേനയൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മംഗലം ഡാം തുറക്കുകയും ചെയ്തു.